എജുവാലി. നമ്മൾ ഇന്ന് പഠിക്കുന്നത് സമയവും ദൂരവും വേഗതയും എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ്. അതായത് നമ്മളുടെ PSC ആയിക്കോട്ടെ, SSC എക്സാം ആയിക്കോട്ടെ, ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മളുടെ എജുവാലിയിൽ മാത്സിൻ്റെ ക്ലാസ്സുകൾ, ഗണിതത്തിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സമയവും ദൂരവും വേഗതയും എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏതാ? എൻ്റെ കൂടെ പറഞ്ഞേ. സമയവും ദൂരവും വേഗതയും. അപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ ഓർത്ത് വെക്കാനുണ്ട്. അതിൽ ആദ്യത്തേതാണ് ഡിസ്റ്റൻസ്. ഇവിടെ പഠിക്കേണ്ട കാര്യമാണ് ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ സ്പീഡ്, അതുപോലെ തന്നെ ടൈം. 3 കാര്യങ്ങൾ. ഓക്കെ, ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം എന്നുള്ള 3 കാര്യങ്ങളെ കുറിച്ച് ഓർത്തിട്ടുണ്ടാവണം. അത് ഓർക്കാനായിട്ട് ഈ ഒരു ഭാഗം കേട്ടാൽ തന്നെ നമ്മൾ ഓർക്കേണ്ടത് DTS എന്നുള്ളത് പഠിക്കാം കേട്ടോ. DTS എന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ ആണ് ഞാൻ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. സോ ഈ ട്രയാങ്കിൾ വെച്ചിട്ട് നമുക്ക് ഈ ഏത് കാര്യം വേണമെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെയാണ് വരയ്ക്കുക. നമ്മൾ ഓംസ് ലോക്ക് വരയ്ക്കുന്നത് പോലെ തന്നെയാണ്. D, ഇവിടെ T എഴുതും, ഇവിടെ S എഴുതും. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ഇവിടുന്ന് പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തേതാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? D ഒന്ന് ഹൈഡ് ചെയ്ത് പിടിച്ചേ. അപ്പോൾ എന്ത് കിട്ടി? ടൈം ഇൻറ്റു സ്പീഡ്. അപ്പോൾ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താ വരണേ? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം? ഡിസ്റ്റൻസ് is equal to ടൈം ഇൻറ്റു സ്പീഡ് എന്ന് എഴുതാം അല്ലേ? ഇനി അടുത്തത് പറഞ്ഞേ, നമുക്ക് ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്, സമയമാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുണ്ടെങ്കിലോ, സമയമാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ദൂരം ബൈ വേഗത അല്ലെ? അപ്പൊ ടൈം ആണെങ്കിൽ എന്താണ്? ടൈം എങ്ങനെ കണ്ടുപിടിക്കും? ദൂരം, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇതുപോലെ സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞേ. ഈ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ മറച്ചു പിടിച്ച് നോക്കിയേ, എന്ത് കിട്ടും? സ്പീഡ് മറച്ചു പിടിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? അപ്പൊ സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം. ക്ലിയർ? ഇതാണ് 3 ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഹെഡിങ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സമയം കണ്ടുപിടിക്കാനും വേഗത കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ദൂരം കണ്ടുപിടിക്കാനുമുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചത്. എപ്പോഴും എന്താ ഓർക്കേണ്ടത്? DTS എന്നുള്ളത് ഓർക്കുക. D for ഡിസ്റ്റൻസ്, T for ടൈം ആൻഡ് S for സ്പീഡ് എന്ന് ഓർക്കുക. ഇനി ഈ ഒരു ട്രയാങ്കിൾ പഠിച്ചു വെക്കണം എന്ന് പറയാൻ കാരണം നമുക്ക് എപ്പോഴും ഇക്വേഷൻസ് കുറെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇക്വേഷൻസ് എല്ലാം ഇങ്ങനെ ഓർത്ത് വെച്ചോളണമെന്നില്ല. അപ്പൊ ഇങ്ങനെ പിക്ചർ വൈസ് ഒക്കെ ഓർക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലും ഓർക്കുന്നത് ഓരോ പിക്ചർ വൈസ് ആണ് അല്ലെ? അപ്പൊ അതുപോലെയാണ് പിക്ചർ ആക്കിയിട്ട് പഠിക്കാനായിട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ DTS ഓർത്ത് നോക്കുക, എങ്ങനെ എഴുതുന്നത് നോക്കുക, എന്നിട്ട് ഓരോന്ന് മറച്ചു പിടിച്ചു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് അതിന്റെ ഇക്വേഷൻ കിട്ടും. അപ്പൊ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത് എന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ടൈം ഇൻറ്റു സ്പീഡ്. ടൈം ആണ് കാണേണ്ടത്, സമയമാണ് കാണേണ്ടത് എന്നുണ്ടെങ്കിലോ എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇനി സ്പീഡ് ആണ് കാണേണ്ടതെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെ? ക്ലിയർ? ഇനി ഇതിന്റെ യൂണിറ്റും കൂടെ പഠിച്ചു വെക്കണം. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് നമ്മൾ കിലോമീറ്റർ അല്ലെങ്കിൽ മീറ്ററിനകത്താണ് പറയാ. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എങ്ങനെയാ പറയണേ? കിലോമീറ്ററിനകത്തോ അല്ലെങ്കിൽ മീറ്ററിനകത്തോ ആണ് പറയുക. ഇനി ടൈമിന്റെ യൂണിറ്റ് ആണെങ്കിൽ നമ്മൾ സെക്കൻഡിലാണ് പറയുക, മിനിറ്റിൽ പറയും, അതുപോലെ തന്നെ അവറിൽ പറയും. ഇനി സ്പീഡിന്റെ യൂണിറ്റ് നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലും പറയും, കിലോമീറ്റർ പെർ അവറിലും പറയും. ക്ലിയർ ആണോ? 3 കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൂരവും സമയവും വേഗതയും എന്നുള്ള ഭാഗത്തെ ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞു. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ പറഞ്ഞേ? ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ? കിലോമീറ്റർ അല്ലെങ്കിൽ മീറ്ററിലാണ് പറയുക. ഇനി ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ടൈം ഇൻറ്റു സ്പീഡ്. സമയവും വേഗതയും നമ്മൾ പ്രോഡക്റ്റ് ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഡിസ്റ്റൻസ് കിട്ടും. ഇനി ടൈം ആണെന്നുണ്ടെങ്കിലോ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. വേഗതയെ ഹരിച്ചാൽ മതി അല്ലെ? ദൂരത്തിനെ വേഗത കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ആ ദൂരം സഞ്ചരിക്കാൻ എടുത്ത സമയം എത്രയാണോ എന്നുള്ളത് കിട്ടും. ഇനി സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്.
പറയുന്നത്. ആ ഒരു നിശ്ചിത ദൂരം കവർ ചെയ്യാൻ എടുക്കുന്ന വേഗത എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് സ്പീഡ് ഈസ് ഈക്വൽ ടു ദൂരം ബൈ സമയം. സോ സ്പീഡ് നമ്മൾ പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ്, അതുപോലെ തന്നെ എന്താണ് കിലോമീറ്റർ പെർ അവറിലൊക്കെയാണ് പറയുക. അപ്പൊ ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, അത് ഓർത്തിരിക്കുക. ഇനി 2 കേസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി നമ്മൾ ഇവിടുത്തെ അടുത്ത ഒരു കേസ് പഠിക്കാനായിട്ട് പോവാണ്. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്. ഡിസ്റ്റൻസ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ആ ഒരു അവസ്ഥയിൽ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് ടൈം എന്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡ്. മനസ്സിലായോ? ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ടൈമും സ്പീഡും വിപരീത അനുപാതത്തിലാണ് ഉണ്ടാവുക. ക്ലിയർ ആണോ? ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ടൈമും സ്പീഡും വിപരീത അനുപാതത്തിലാണ് ഉണ്ടാവുക. എന്ന് പറയുമ്പോൾ ടൈം കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? സ്പീഡ് കുറയും. ഇനി ടൈം കുറയുവാണെന്നുണ്ടെങ്കിലോ സ്പീഡ് കൂടും. ഒന്നുമില്ലടോ, എളുപ്പമാണ്. നമ്മൾ സ്പീഡിൽ 10 കിലോമീറ്റർ നമുക്ക് പോവാനുണ്ട്. അപ്പോൾ നമ്മൾ 10 കിലോമീറ്റർ നല്ല സ്പീഡിലാണ് പോയെന്നുണ്ടെങ്കിൽ 10 കിലോമീറ്റർ എത്താൻ നമുക്ക് കുറച്ച് സമയം എടുക്കുള്ളൂ. അതാ പറഞ്ഞേ, സ്പീഡ് കൂടുമ്പോൾ അത് കവർ ചെയ്യാൻ എടുക്കുന്ന സമയം എന്താണ്? കുറവായിരിക്കും. ഇനി 10 കിലോമീറ്റർ നമ്മൾ പതുക്കെ എഴഞ്ഞാ പോകുന്നതെന്ന് വെക്കാം. അപ്പൊ എന്താണ്? 10 കിലോമീറ്റർ കവർ ചെയ്യാൻ നമ്മൾ ഒരുപാട് സമയം എടുക്കും. സമയം കൂടുതൽ എടുക്കുമ്പോൾ സ്പീഡ് കുറയുന്നു, സമയം കുറവെടുക്കുമ്പോൾ എന്താണ്? സ്പീഡ് കൂടുന്നു എന്ന് പറഞ്ഞാൽ തിരിച്ചു പറയാം. സ്പീഡ് കൂടുന്നതിനനുസരിച്ച് സമയം കുറയും. വലിയ സ്പീഡിലാണ് പോണേ, ഹൈ സ്പീഡിലാണ് പോണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ നമുക്ക് കുറച്ച് സമയം മതി. ഇനി പതുക്കെ പോണേ, സ്ലോ സ്പീഡിലാണ് പോണെന്നുണ്ടെങ്കിലോ ആ സെയിം ഡിസ്റ്റൻസ് കവർ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് സമയം എടുക്കേണ്ടി വരും. അതാണ് ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ സമയവും സ്പീഡും വിപരീത അനുപാതത്തിലാണ്. വേഗതയും സമയവും വിപരീത അനുപാതത്തിലാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ക്ലിയർ അല്ലേ? ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് സമയവും സ്പീഡും എന്താണ്? വിപരീത അനുപാതത്തിലാണ്. ഇനി നോക്കുക അടുത്തത്. നെക്സ്റ്റ് എന്താ? സമയം കോൺസ്റ്റന്റ് ആണെങ്കിൽ, സമയം കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിലോ ടൈം കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഡിസ്റ്റൻസും സ്പീഡും എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ദൂരം കൂടുതലായിരിക്കും, സ്പീഡ് കുറയുന്നതിനനുസരിച്ച് ദൂരം കുറവായിരിക്കും. അപ്പൊ ടൈം കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ദൂരവും സ്പീഡും എന്താണ്? നേരനുപാതത്തിലാണ്. നമ്മൾ ഈ 2 കാര്യങ്ങൾ മൈൻഡിലുണ്ടെങ്കിലാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, ഇതാണ് നമുക്ക് ബേസിക് ആയിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളൂ. ഇനി നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് ചോദിക്കുന്നതാണ് ഒരു തീവണ്ടി ഒരു ഇലക്ട്രിക് പോസ്റ്റിനെയോ മരത്തിനെയോ കൊടിമരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പോയിന്റ് ഒബ്ജക്റ്റിനെ മറികടക്കാനായിട്ട് എടുക്കുന്ന സമയം എത്രയാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ആ സമയം തന്നിട്ട് തീവണ്ടിയുടെ നീളം എത്രയാണെന്ന് ചോദിക്കാം, വേഗത എത്രയാണെന്ന് ചോദിക്കാം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ നീളം, വേഗത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനാണ് നമ്മൾ ആദ്യമേ ബേസിക് ഇക്വേഷൻ പഠിച്ചത്. ഇനി നമുക്ക് ആ ഒരു ഇലക്ട്രിക് പോസ്റ്റ്, കൊടിമരം അങ്ങനെയുള്ള പോയിന്റ് ഒബ്ജക്റ്റിനെ കവർ ചെയ്യാനായിട്ട് എങ്ങനെയാണ് കാണാന്നുള്ളതാണ് നോക്കണം. അപ്പോൾ ട്രെയിൻ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ലെങ്ത് നമ്മൾ എടുക്കാറില്ല, കൺസിഡർ ചെയ്യാറില്ല. പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നതിന് എക്സാമ്പിൾ ആണ് ഇലക്ട്രിക് പോസ്റ്റ്, പാതയോരത്ത് നിൽക്കുന്ന വ്യക്തി, വൃക്ഷം, കൊടിമരം. ഇതിനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിനെ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ടാണ് പരിഗണിക്കുക. അതായത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണെന്ന് നോക്കാം, ആ ട്രെയിനിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചെറിയൊരു ആളാണ് അല്ലെ, ചെറിയൊരു പോയിന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോ ഒരു ഇലക്ട്രിക് പോസ്റ്റിനെയോ ഒരു വ്യക്തിയെയോ ഒരു
വൃക്ഷത്തെ കൊടിമരത്തേക്ക് പാസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ സോ ഇത്തരത്തിലുള്ള പോയിന്റ് ഒബ്ജക്റ്റിനെ കവർ ചെയ്യാനായിട്ട് ഇലക്ട്രിക് പോസ്റ്റ്, വ്യക്തി, വൃക്ഷം, കൊടിമരം അങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ അത്തരത്തിലുള്ള പോയിന്റ് ഒബ്ജക്റ്റിനെ കവർ ചെയ്യാനായിട്ട് തീവണ്ടി എടുക്കുന്ന സമയം കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ആണ് ഇവിടെ. നമ്മളുടെ സമയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? പറഞ്ഞേ. സമയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താന്നാ പഠിച്ചത്? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ എന്താണ്? സ്പീഡ് ആണ്. ഇതിനകത്ത് ഈ ഡിസ്റ്റൻസ് എന്തായിട്ട് വരും? തീവണ്ടിയുടെ കേസിലാണ്. അപ്പൊ എന്തായിട്ട് വരും? തീവണ്ടിയുടെ നീളം, ട്രെയിനിന്റെ നീളം ബൈ ട്രെയിനിന്റെ വേഗത. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? അപ്പൊ ആ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ആവാം, വൃക്ഷം ആവാം, അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളാവാം, അല്ലെങ്കിൽ അവിടെയുള്ള ഒരു കൊടിമരാവാം. അപ്പൊ അത്തരത്തിലുള്ള ഒരു പോയിന്റ് ഒബ്ജക്റ്റിനെ മറികടക്കാനായിട്ട് ട്രെയിൻ എടുക്കുന്ന സമയം കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ നമുക്കുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ആണ്. അവിടെ ഡിസ്റ്റൻസ് എന്നുള്ളത് എന്തായിട്ട് മാറുകയാണ്? ട്രെയിനിന്റെ നീളമായിട്ട് മാറുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാം ട്രെയിനിന്റെ നീളം ബൈ എന്താണ്? ട്രെയിനിന്റെ വേഗത. ക്ലിയർ അല്ലേ? ട്രെയിനിന്റെ നീളം ബൈ ട്രെയിനിന്റെ വേഗത. ക്ലിയർ ആണല്ലോ? ഇത് പോയിന്റ് ഒബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യാണ് പറയുന്നത്. പോയിന്റ് ഒബ്ജക്റ്റിനെ നമ്മൾ അതിന്റെ ലെങ്ത് എടുക്കില്ല, ട്രെയിനിന്റെ നീളം മാത്രമാണ് എടുക്കുള്ളൂ. ഇനി അടുത്തൊരു സെറ്റ് ഓഫ് ഇവിടെ നിന്നുള്ള കാര്യമാണ് അടുത്തത്. പാലം, പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ എന്താണ്? തുരങ്കം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു നിശ്ചിത വേഗതയിൽ ഓടുന്ന തീവണ്ടി ഒരു പാലത്തെ മറികടക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിനെ മറികടക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു തുരങ്കത്തിലൂടെ കടന്നു പോകാനായിട്ട് എടുക്കുന്ന സമയം എത്രയാണ് എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ഇത് പോയിന്റ് ഒബ്ജക്റ്റ് ആണോ? ഒരു തീവണ്ടിയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു പാലമാണെങ്കിലും അത്യാവശ്യം ഒരു ലെങ്ത് ഉണ്ട്, ഒരു പ്ലാറ്റ്ഫോമിനും അത്യാവശ്യം ലെങ്ത് ഉണ്ട്. അപ്പൊ ഇവിടെ രണ്ടിന്റെയും ലെങ്ത് പരിഗണിക്കണം. അപ്പൊ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടുത്തെ ഡിസ്റ്റൻസ് നമുക്ക് സെയിം സമയം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇക്വേഷൻ വരുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പാലത്തിന്റെ നീളത്തിനെയും കൺസിഡർ ചെയ്യണം, അതുപോലെ തന്നെ ട്രെയിനിന്റെ നീളത്തിനെയും കൺസിഡർ ചെയ്യണം. അപ്പൊ എന്ത് വരും? ടോട്ടൽ ഡിസ്റ്റൻസ് എന്തായിട്ട് മാറും? പാലത്തിന്റെ അല്ലെങ്കിൽ തുരങ്കത്തിന്റെ അല്ലെങ്കിൽ എന്താണ്? പ്ലാറ്റ്ഫോം നീളം അല്ലെ? ഈ നീളം പ്ലസ് എന്ത് വരും? ട്രെയിനിന്റെ നീളം ബൈ എന്താണ്? ട്രെയിനിന്റെ വേഗത. കാരണം എന്താ? ട്രെയിൻ ബാക്കിയുള്ളത് കോൺസ്റ്റന്റ് ആണ് അല്ലെ? ട്രെയിനിന്റെ വേഗത. മനസ്സിലായോ? അപ്പൊ ഇതുപോലെ പോയിന്റ് ഒബ്ജക്റ്റിന് ഇലക്ട്രിക് പോസ്റ്റ്, കൊടിമരം അങ്ങനെയുള്ള കാര്യങ്ങളെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ട്രെയിനിന്റെ നീളം മാത്രം എടുത്താൽ മതി. അല്ല ഇച്ചിരി ലെങ്ത് ഉള്ള ഈ പറയുന്ന പാലം, തുരങ്കം, പ്ലാറ്റ്ഫോം ഒക്കെയാണ് മറികടക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അതിന്റെ ലെങ്തും കൂടെ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്ലിക്കേഷൻ എന്ത് വരും? പാലത്തിന്റെയോ തുരങ്കത്തിന്റെയോ പ്ലാറ്റ്ഫോമിന്റെയോ നീളം ഏതാണോ തന്നേക്കുന്നത് അതിന്റെ നീളം പ്ലസ് എന്തെടുക്കണം? ട്രെയിനിന്റെ നീളം ഡിവൈഡഡ് ബൈ എന്താണ്? ട്രെയിനിന്റെ വേഗത. അങ്ങനെയാണ് അത് കണ്ടുപിടിക്കേണ്ടത്. ഈ രണ്ട് ഇക്വേഷൻസ് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കിയേ, ഈ ചോദ്യം നോക്കിയേ. ഒരു കാറ് 2 മണിക്കൂർ കൊണ്ട് 60 കിലോമീറ്റർ സഞ്ചരിക്കുന്നു എങ്കിൽ ഈ കാറിന്റെ വേഗത എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞേക്കുന്നത്. കണ്ടുപിടിച്ച് നോക്കിയേ. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എത്രയാണ്? 60 കിലോമീറ്റർ ആണ്. ടൈം എത്രയാ? 2 അവർ ആണ്. അപ്പൊ 60നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 30 കിലോമീറ്റർ പെർ അവർ എന്ന് നമുക്ക് കിട്ടും. ഇതാണ് ആൻസർ. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഭാഗത്ത് നിന്നുള്ള. അതായത് ഒരു കാർ 2 അവർ കൊണ്ട് 60 കിലോമീറ്റർ സഞ്ചരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ മണിക്കൂറിലെ വേഗതയാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ അല്ലേ? നേരിട്ട് ഇക്വേഷൻ കൊടുത്താൽ മതി. സ്പീഡ് ഇസ് ഈക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിയേ. 30 കിലോമീറ്റർ അവർ വേഗതയിൽ പോകുന്ന വാഹനം 8 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം കവർ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ദൂരം സഞ്ചരിക്കുന്നതാണ്. നോക്കിയേ, ഇവിടെ വേഗത തന്നേക്കുന്നത് 30 കിലോമീറ്റർ പെർ അവർ ആണ്. സമയം എത്രയാണ്? 8 മണിക്കൂറാണ്. അപ്പൊ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ഡിസ്റ്റൻസ് ഈക്വൽ ടു എന്താണ്? ടൈം ഇൻറ്റു
സ്പീഡ് എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. സോ രണ്ടും ഒരേ ഇതിലാണ്, യൂണിറ്റിലാണ് തന്നേക്കുന്നത്. സോ ഡയറക്റ്റ് എടുക്കാം, 8 × 30 ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 240 കിലോമീറ്റർ എന്ന് പറയും. അപ്പോ 30 കിലോമീറ്റർ വേഗതയിൽ 30 km/h വേഗതയിൽ പോകുന്ന ഒരു വാഹനം 8 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം കവർ ചെയ്യും? 240 കിലോമീറ്റർ ആണ് കവർ ചെയ്യുക. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നോക്കുന്നത്. അടുത്തത് നമുക്ക് നോക്കാം. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 54 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന 300 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി. 54 km/h ആണ് അതിന്റെ വേഗത, 300 മീറ്റർ ആണ് അതിന്റെ നീളം. അങ്ങനെയുള്ള ഒരു തീവണ്ടി, ഒരു ട്രെയിന് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ മറികടക്കാൻ. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യം കിട്ടുമ്പോൾ നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടാ പോയേക്കുന്നേ. അപ്പൊ ചോദ്യം കിട്ടുമ്പോൾ എന്ത് ചെയ്യും? ഓ, ഇതെനിക്ക് അറിയാലോ എന്ന് കരുതിയിട്ട് പ്ലാറ്റ്ഫോമിന്റെ നിങ്ങൾ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ കുറെ സമയം പോകാതിരിക്കാനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചു നോക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? പ്ലാറ്റ്ഫോമിലല്ല പറഞ്ഞേക്കുന്നത്, പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ മറികടക്കാനാണ്. അവിടെ ഉള്ള ഒരാളുണ്ട്, അയാളെ മറികടക്കാനായിട്ട് എത്ര സമയം എടുക്കുന്ന ചോദിച്ചേക്കുന്നത്. അപ്പൊ എന്താണ് നമ്മളുടെ ആ സമയം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? ട്രെയിനിന്റെ നീളം ബൈ വേഗത. ഒന്ന് തന്നെ ചെയ്ത് നോക്കിയേ. ട്രെയിനിന്റെ നീളം തന്നിട്ടുണ്ട് 300 മീറ്റർ ആണ്. ഇനി വേഗത തന്നേക്കുന്നത് എത്രയാണ്? 54 km/h. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ദൂരവും വേഗതയും രണ്ടും 2 യൂണിറ്റിലാണ് ഉള്ളത്. അപ്പൊ അതിനെ ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് കൊണ്ടുവരണം. ക്ലിയർ? അപ്പൊ നമുക്ക് ഓർക്കാം, ഇവിടെ പഠിക്കേണ്ട കാര്യമുണ്ട്. km/h മീറ്റർ/സെക്കൻഡിൽ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? 5/18 കൊണ്ട് ഗുണിക്കണം. ഇനി മീറ്റർ/സെക്കൻഡിനെ km/h ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 18/5 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, km/h ഒരു യൂണിറ്റിനെ മീറ്റർ/സെക്കൻഡിലേക്ക് ആക്കാനായിട്ട് 5/18 കൊണ്ട് ഗുണിക്കണം. മീറ്റർ/സെക്കൻഡിനെ km/h ആക്കാനായിട്ട് 18/5 കൊണ്ട് ഗുണിക്കണം. ഇത് കുറെ പേർക്ക് ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ, PSC സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളെയൊക്കെ ഒത്തിരി കൺഫ്യൂസ് ചെയ്യിക്കുന്നതായിരിക്കും ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഇവിടെ നോക്കിയേ, km/h ആണ് ഇവിടെ ആദ്യം എഴുതിയിരിക്കുന്നത്. സോ ഇവിടെ എത്ര അക്ഷരങ്ങൾ ഉണ്ടെന്ന് നോക്കിയേ. 1, 2, പിന്നെ ഒരു വര 3, H4, 6. ഇവിടെ എത്ര ഉണ്ട്? ഇവിടെ മൊത്തം എത്ര അക്ഷരങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട്? 5 അല്ലെ? KM/HR 5. അപ്പൊ km/h എന്നാണ് നമ്മൾ ആദ്യം എഴുതിയേക്കുന്നത്. അപ്പൊ ഇൻറ്റു അത്രയും സംഖ്യ തന്നെയാണ് മുകളിൽ വരിക, 5/18. നീ ഇവിടെ നോക്കിയേ, km/h നമ്മൾ അവസാനം എഴുതിയേക്കുന്നത്. അപ്പൊ ഇൻറ്റു എന്തോ ബൈ അവസാനം വരുന്നതാണ് അത്. അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് പഠിക്കുക, അപ്പൊ ഇത് തെറ്റത്തില്ല. സോ km/hനെ മീറ്റർ/സെക്കൻഡിലാക്കാനായിട്ട് 5/18 കൊണ്ട് ഗുണിക്കണം. മീറ്റർ/സെക്കൻഡിനെ കിലോമീറ്റർ തിരിച്ചങ്ങോട്ട് മാറ്റാനായിട്ട് അതിന്റെ റെസിപ്രോക്കൽ എടുത്ത് ഗുണിക്കണം. അപ്പൊ അത് ഓർത്തിരിക്കാൻ, മാറിപ്പോവാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. km/h എന്നുള്ളതിനകത്ത് 5 അക്ഷരങ്ങൾ വരുന്നുണ്ട്, 5 അക്ഷരങ്ങൾ വരുന്നുണ്ട്. സോ അത് തന്നെയാണ് നമ്മൾ ആദ്യം എഴുതുന്നത് ആലോചിക്കുക. km/h അവസാനം പോകുമ്പോഴത്തേക്കും അത് തന്നെയായിരിക്കും എന്ത് എഴുതുക? അവസാനത്തിലേക്ക് എഴുതുക. അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ഓർക്കുക. ആദ്യം പഠിക്കുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ, പിന്നെ അതങ്ങ് ശീലമായിക്കോളൂ. ഓക്കെ, അപ്പൊ ഇത് ചെയ്ത് നോക്കിയേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 54 km/h എന്താക്കി മാറ്റണം? 54 km/h എന്താക്കിയിട്ട് മാറ്റണം? കറസ്പോണ്ടിങ് മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോ ചെയ്ത് നോക്കിയേ എങ്ങനെയാ? അപ്പൊ ചെയ്ത് നോക്കിയേ എങ്ങനെയാ 54 km/s മാറ്റുക. ചെയ്ത് നോക്കിയേ. 54 ഇൻറ്റു km/h മീറ്റർ/സെക്കൻഡിലാക്കാൻ 5/18 കൊണ്ട് ഹരിക്കണം എന്നാണ്. അപ്പോ എത്ര കിട്ടും? 18ന്റെ ഗുണന പട്ടികയൊക്കെ പഠിക്കണം കേട്ടോ. 18ൽ ഒരു തവണ, 54ല് 3 തവണ. സോ 3 × 5 15 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. ഇനി നോക്കിയേ, 300 ഡിവൈഡഡ് ബൈ 15 ചെയ്ത് നോക്കിയേ എത്ര കിട്ടും? 15ൽ ഒരു തവണ, 30ൽ 2 തവണ. എത്ര കിട്ടും? 20 സെക്കൻഡ് മതി. ക്ലിയർ? 20 സെക്കൻഡ് കൊണ്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളെന്നെ ആ തീവണ്ടി എന്ത് ചെയ്യുക? മറികടന്ന് പോവുക. മനസ്സിലായല്ലോ? 300/54 km/h എന്ന് നമ്മൾ എഴുതും. പക്ഷെ എന്ത് ചെയ്യണം? 54 km/h നമ്മൾ എന്താക്കി മാറ്റണം? മീറ്റർ/സെക്കൻഡ് ആക്കി മാറ്റണം. മീറ്റർ/സെക്കൻഡ് ആക്കി മാറ്റിയിട്ട് ചെയ്യുക. അപ്പൊ ആൻസർ കിട്ടും. എത്ര കിട്ടും? 20 സെക്കൻഡ് എന്ന് കിട്ടും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ,
മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 400 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം മറികടക്കാനായിട്ട് എത്ര സമയം എടുക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കിയേ, മണിക്കൂറിൽ 54 കിലോമീറ്റർ പെർ അവർ ആണ് അതിന്റെ വേഗത. അപ്പൊ വേഗത നമുക്ക് കിട്ടി 54 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പൊ അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. 54 × 5/18 എത്ര കിട്ടും? 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇനി എന്താണ്? ട്രെയിനിന്റെ നീളം തന്നിട്ടുണ്ട്, പ്ലാറ്റ്ഫോമിന്റെ നീളം തന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് 200 പ്ലസ് 400 ഡിവൈഡഡ് ബൈ 15 എന്ന് കിട്ടും. അപ്പൊ എത്ര കിട്ടും? 600/15. എത്ര കിട്ടുക ഉത്തരം? 15 ഒരു തവണ, 60 4 തവണ. സോ എത്ര കിട്ടും? 40 സെക്കൻഡ് ആണ് വരിക. ക്ലിയർ? അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ് കണ്ടത്. അടുത്ത ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. 36 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ ഓടുന്ന തീവണ്ടി 12 സെക്കൻഡ് കൊണ്ട് ഒരാളെ കടന്നു പോകുന്നു എങ്കിൽ തീവണ്ടിയുടെ നീളം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയിന്റ് ഒബ്ജക്റ്റിന്റെ ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല, 0 ആയിട്ടാണ് എടുക്കുക. അപ്പൊ ഇവിടെ തീവണ്ടിയുടെ നീളമാണ് കണ്ടുപിടിച്ചേക്കുന്നത്. നമ്മൾ തീവണ്ടി മറികടക്കാൻ എടുക്കുന്ന സമയം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ലെങ്ത് ഓഫ് ട്രെയിൻ ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ ആയിരുന്നു അല്ലെ? സ്പീഡ് ഓഫ് ട്രെയിൻ ആണ്. ഇതിനകത്ത് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ഡയറക്റ്റ് ഇക്വേഷൻ കിട്ടിയല്ലോ. ടൈം ഇൻറ്റു എന്താണ്? സ്പീഡ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? എത്ര സ്പീഡ് പറഞ്ഞേക്കുന്നത്? 36 കിലോമീറ്റർ പെർ അവർ ആണ് സ്പീഡ് പറഞ്ഞേക്കുന്നത്. ഇനി ഇൻറ്റു എത്ര സെക്കൻഡിലാണ് എന്ത് പറഞ്ഞേക്കുന്നത്? സമയം പറഞ്ഞേക്കുന്നത് അല്ലെ? സെക്കൻഡിലാണ്. അപ്പൊ ഈ കിലോമീറ്റർ പെർ അവറിനെ എന്താക്കി മാറ്റണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആദ്യം മാറ്റണം. സോ 36 × 5/18 എത്ര കിട്ടി? 10 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 12 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പൊ എത്ര കിട്ടും? 120 മീറ്റർ എന്ന് കിട്ടും. ക്ലിയർ? അതെന്താ ചെയ്തേ? ഇക്വേഷൻസ് ഒന്ന് റീഅറേഞ്ച് ചെയ്തു. നമുക്ക് ആ ട്രെയിൻ മറികടക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളം ബൈ അതിന്റെ വേഗത എന്നറിയാം. അപ്പൊ അതിൽ നിന്ന് ട്രെയിനിന്റെ നീളം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ആ സമയം ഇൻറ്റു മറികടക്കാൻ എടുത്ത സമയം ഇൻറ്റു അതിന്റെ വേഗത എന്നുള്ള ഇക്വേഷനിലേക്ക് നമ്മൾ എത്തണം. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ എഴുതി കൊടുക്കുക. അപ്പൊ ഇവിടെ കിലോമീറ്റർ പെർ അവറിലുമാണ് സെക്കൻഡിലുമാണ്, രണ്ടും 2 യൂണിറ്റ് ആണ്. അപ്പൊ അതിനെ നമുക്ക് ഒറ്റ യൂണിറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്തു? കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തു. 18 ഒരു തവണ, 36 2 തവണ, 2 × 5 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വേഗത കിട്ടും. അതേ ഇൻറ്റു 12 സെക്കൻഡ് ചെയ്യുന്ന സമയത്ത് 120 മീറ്റർ എന്ന് കിട്ടും. അപ്പൊ എഴുതിയിരിക്കുന്ന രീതി നോക്കുക. പരീക്ഷയ്ക്ക് ഈ രീതികളൊന്നും വേണ്ട, ജസ്റ്റ് പറഞ്ഞു പോകുന്നതാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. അപ്പൊ ഇതുപോലത്തെ കുറച്ച് ഒരു മൊത്തം 12 ക്വസ്റ്റ്യൻസ് ഞാൻ നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഈ ഒരു വീഡിയോയുടെ താഴെ ഡ്രൈവ് ഫയലായിട്ട് വിട്ടേക്കാം. ആവശ്യമുള്ളവർ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ വർക്കൗട്ട് ചെയ്ത് നോക്കേണ്ടവർക്ക് അതൊക്കെ പോയി നോക്കാവുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മളുടെ ക്ലാസ്സിനകത്ത് നമ്മളൊരു തീവണ്ടി എന്താണ് ഒരു ഇലക്ട്രിക് പോസ്റ്റിനെയോ മരത്തിനെയോ കടന്നു പോകാൻ എടുക്കുന്ന സമയം അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ്, അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം, പാലം, തുരങ്കം അങ്ങനെയുള്ളതാണെങ്കിൽ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻസ്, അതുപോലെ തന്നെ ബേസിക് ഇക്വേഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇത് PSC ആവട്ടെ SSC ആവട്ടെ എല്ലാ എക്സാമിലും ഇത് കോമൺ ആണ്, ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തേക്കണേ. പ്രോസൊക്കെ ഫോളോ ചെയ്ത് പോവാ. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ശരാശരി വേഗതയാണ്. അതായത് പകുതി ദൂരം ഒരു സ്പീഡിൽ പോയി അടുത്ത പകുതി ദൂരം വേറൊരു സ്പീഡിൽ പോകുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ള സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഫൈൻ, താങ്ക് യു.